ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അങ്ങനെ തന്നെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക് വരെ എത്തിയിരുന്നു. സയന്റിഫിക് നൊട്ടേഷനും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ റൂൾസ് ഏതൊക്കെയാണ് പറയേണ്ടത് അതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. 5 റൂൾസ് പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് വായിക്കാം. ഇൻ നമ്പേഴ്സ് റിട്ടൺ ഇൻ സയന്റിഫിക് നൊട്ടേഷൻ ഓൾ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പൊ സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതുന്ന എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഒഴിച്ചുള്ള ബാക്കി നമ്പേഴ്സ് എല്ലാം എന്താണ് ഇവിടെ സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ 4.01 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 8.256 4 significant figures. Okay. However, one would always like the results to be precise and accurate. Precision and accuracy are often referred to while we talk about measurement. നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ആ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ പ്രിസിഷനും ആക്യുറസി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കാം. പ്രിസിഷൻ എന്താണ്, ആക്യുറസി എന്താണ്, അതാണ് അടുത്ത പഠിക്കുന്നത്. Precision refers to the closeness of various measurements for the same quantity. However, accuracy is the agreement of a particle value to the true value of the result. ഇപ്പൊ നമ്മളൊരു കൺസിഡർ ചെയ്യാം, നമ്മളൊരു ലെങ്ത് മെഷർ ചെയ്യാം സ്കെയിൽ വെച്ച് നമ്മൾ ഒരു ലെങ്ത് അറിയാവുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നിട്ട് ആ സാധനത്തിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. മെഷർ ചെയ്യുമ്പോൾ നമ്മൾ 3-4 പ്രാവശ്യം മെഷർ ചെയ്യുന്നു. ഇപ്പൊ 4 പ്രാവശ്യം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 4 വാല്യൂസ് കിട്ടി. ഓക്കെ, പ്രിസിഷൻ എന്താണ് പറയുന്നത്? പ്രിസിഷൻ നമുക്ക് കിട്ടിയ വാല്യൂ ആ സാധനത്തിന്റെ ഒറിജിനൽ ലെങ്തുമായിട്ട് എത്ര അടുത്താണോ നിൽക്കുന്നത്, അടുത്താണെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് കിട്ടിയ മെഷർമെന്റ്സിനെ നമ്മൾ പ്രിസൈസ് എന്ന് വിളിക്കുന്നു. ആക്യുറസി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടിയ വാല്യൂ ആ ഒറിജിനൽ വാല്യൂ ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ, സെയിം ആണെങ്കിൽ അതിന് നമ്മൾ ആക്യുറസി എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? ട്രൂ വാല്യൂ ഫോർ റിസൾട്ട് ഇസ് 2 gram ആൻഡ് സ്റ്റുഡന്റ് A takes 2 measurements. ഇപ്പോൾ ഒരു സാധനത്തിന്റെ വെയിറ്റ് നമുക്ക് 2 gram തന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു സ്റ്റുഡന്റ് മെഷർ ചെയ്യണം. 2 മെഷർമെന്റ്സ് എടുത്തു. ആദ്യത്തെ മെഷർമെന്റിൽ എന്താണ് 1.95 gram എന്ന് കിട്ടി. രണ്ടാമത്തെ മെഷർമെന്റിൽ 1.93 gram എന്ന് കിട്ടി. നമുക്ക് കിട്ടിയപ്പോൾ എന്താണ്? ഈ കിട്ടിയ വാല്യൂസ് തമ്മിൽ അടുത്തടുത്ത വാല്യൂസ് അല്ലേ? 1.95 1.93 എന്താണ് അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് കിട്ടിയ വാല്യൂസ് പ്രിസൈസ് വാല്യൂ ആണ്. പക്ഷെ ആക്യുറേറ്റ് ആണോ? അല്ല. കാരണം 2ഉം 1.95 തമ്മിൽ എന്താണ് ഒരുപാട് വ്യത്യാസമുണ്ട്. 1.93 തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂസ് ആക്യുറേറ്റ് അല്ല, പ്രിസൈസ് ആണ്. കാരണം നമുക്ക് കിട്ടിയ രണ്ട് മെഷർമെന്റ്സ് അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്. പക്ഷെ ഒറിജിനൽ വാല്യൂ ആയിട്ട് അത് എഗ്രി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് പ്രിസൈസ് ആണ്, ആക്യുറേറ്റ് അല്ല. അടുത്ത ഇത് സ്റ്റുഡന്റ് A ചെയ്ത മെഷർമെന്റ് ആണ്. അടുത്ത സ്റ്റുഡന്റ് B വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു. 2 gram ഉള്ള സാധനത്തിന്റെ വെയിറ്റ് നോക്കും. അത് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയ വാല്യൂസ് ഇതൊക്കെയാണ്. 1.94 gram 2.05 gram. ഈ 2 വാല്യൂസ് എന്താണ് വളരെ വളരെ വ്യത്യാസമുള്ള വാല്യൂസുകളാണ് ഇല്ലേ? 1.94 2.05 രണ്ട് നമ്മൾക്ക് ഒറിജിനൽ വാല്യൂ 2 സൈഡ് കിടക്കുന്നതാണ്. മാത്രമല്ല അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായി? പ്രിസിഷൻ അവിടെ ഇല്ല. ഇനി രണ്ടും 2 ഗ്രാമിന് അടുത്ത് വരുന്ന വാല്യൂസും അല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഈ 2 വാല്യൂസ് പ്രിസൈസും അല്ല, ആക്യുറേറ്റും അല്ല. ഓക്കെ, അടുത്ത മൂന്നാമതൊരു സ്റ്റുഡന്റ് C ഇതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അവിടെ വാല്യൂ? 2.01 1.99. ഓക്കെ, ഈ 2 കിട്ടിയ മെഷർമെന്റ്സ് അടുത്തടുത്തുള്ള വാല്യൂ ആണ്. മാത്രമല്ല ആ വാല്യൂസ് നമ്മുടെ 2 gram എന്നുള്ളതിന്റെ അടുത്ത് നിൽക്കുന്ന വാല്യൂസും ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കിട്ടിയ മെഷർമെന്റ്സ് നമുക്ക് പ്രിസൈസും ആണ്, ആക്യുറേറ്റും ആണ്. ഓക്കെ, അപ്പൊ അതാണ് പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രിസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ മെഷർമെന്റ്സിന്റെ എത്ര അടുത്തുള്ളതാണ് പ്രിസിഷൻ നോക്കുന്നത്. പക്ഷെ ആക്യുറസി നമുക്ക് കിട്ടിയ മെഷർമെന്റ്സ് ഒറിജിനൽ വാല്യൂ ആയിട്ട് എത്ര അടുത്ത് നിൽക്കുന്നു, അതാണ് ആക്യുറസി നോക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അത് ചെയ്യുമ്പോൾ ഉള്ള റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. The result cannot have more digits to the right of the decimal point than either of the original numbers. ഇപ്പൊ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ എന്താണ് നമ്മൾ നോക്കുന്നത്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കുറവ് ഡിജിറ്റ്സ് എത്രയാണുള്ളത് അതായിരിക്കും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 3 വാല്യൂസ് വന്നിട്ടുണ്ട്. 12.11 18.0 1.012. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 12.11 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഉണ്ട്.
18.0 ഒരു പ്ലേസ്, 1.012 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എടുക്കേണ്ടത്? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കുറവ് നമ്പേഴ്സ് വരുന്നത് എന്താണോ അതായിരിക്കും നമ്മൾ ആൻസറിലും എടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ 1 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. അപ്പൊ നമുക്ക് ആൻസർ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന്റെ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പൊ ഈ 2 നമ്മൾ എഴുതത്തില്ല. 31.1 അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ഹിയർ 18.0 ഹാസ് ഓൺലി 1 ഡിജിറ്റ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് ആൻഡ് ദി റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ഓൺലി അപ് ടു 1 ഡിജിറ്റ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ്. അപ്പൊ ഏറ്റവും കുറച്ച് ഡെസിമൽ പോയിന്റ് ശേഷം ഏറ്റവും കുറച്ച് നമ്പേഴ്സ് ഉള്ള ഏതാണോ അതിന്റെ അത്രയും ഡെസിമൽ പോയിന്റ്സ് നമുക്ക് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് നമുക്ക് ആൻസറിലും കാണാവുള്ളൂ. ഓക്കെ, അതാണ് ഇവിടുത്തെ അഡീഷണൽ സബ്ട്രാക്ഷനിലും ഉള്ള ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് 3.56, 18.5, 32.00 ഈ 3 നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലാദ്യം രണ്ട് ഡെസിമൽ പ്ലേസസ് ആണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2. ഏറ്റവും കുറവുള്ളത് 1 ആണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യാണ്. 3.56, 18.5, 32.00 54.06 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്താണ് ഡെസിമലിന് ശേഷം ഒരു പോയിന്റ് നമ്മൾ എടുക്കാവുള്ളൂ. ഇവിടെ നമ്മൾ 6 നമ്മളിത് റൗണ്ട് ചെയ്ത് എന്താ 54.1 ആക്കി എഴുതും. അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉള്ള സമയത്ത് എന്താണ് നമ്മൾ പാലിക്കേണ്ട റൂൾ? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര എടുക്കണം എന്നുള്ളതാണ് അടുത്ത റൂൾ. എന്താന്ന് നോക്കാം. ഇൻ ദീസ് ഓപ്പറേഷൻസ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും ദ റിസൾട്ട് മസ്റ്റ് ബി റിപ്പോർട്ടഡ് വിത്ത് നോ മോർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആസ് ദി മെഷർമെന്റ് വിത്ത് ദി ഫ്യൂ സിഗ്നിഫിക്കൻസ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതിനാണോ ഉള്ളത് അത്രയും നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മുടെ ആൻസറിലും കാണാവൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കാം 2.5ഉം 1.25. ഓക്കെ, 2.5 നമുക്ക് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 1.25 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര എടുക്കാൻ പാടുള്ളൂ? ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇവിടെ ഏതാ ഉള്ളത്? 2.5 1.25. 2.5 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസറിൽ നമ്മൾ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ എടുക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരണം? 3.125 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അതിൽ നിന്ന് 2 എണ്ണം കുറച്ച് 3.1 അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, while limiting the result to the required number of significant figures as done in the above mathematical operation, one has to keep in mind the following points for rounding effect. പിന്നെ റൗണ്ട് ഓഫ് ചെയ്യാനുള്ള എന്താണെന്ന് നോക്കാം. പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. If the rightmost digit is to be removed is more than 5, the preceding number is increased by 1. നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഏറ്റവും റൈറ്റ് ഉള്ള നമ്പർ 5 മേലെയാണെങ്കിൽ പ്രിസീഡിംഗ് നമ്പർ നമ്മൾ 1 വെച്ച് കൂട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ 3.125 എന്ന് കിട്ടി. അത് നമുക്ക് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ പാടുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് നമ്പർ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? 2 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ആ 2 എന്ന് പറയുന്ന നമ്പറിൽ 5 മേലെ ആയിരുന്നെങ്കിൽ നമുക്ക് 3.125 പകരം 3.165 ആയിരുന്നെങ്കിൽ എന്താണ് ഇത്? ഈ 6 എന്ന് പറയുന്നത് 5 മേലെയുള്ള നമ്പറാണ്. അപ്പൊ ഇത് 3.2 ആയേനെ. ഓക്കെ, പക്ഷെ ഇവിടെ 3.125 2 എന്ന് പറയുന്നത് 5നേക്കാളും എന്താണ് ചെറിയ നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ 3.1 എടുക്കുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തത്, if the rightmost digit to be removed is less than 5, the preceding number is not changed. ഇപ്പൊ ലെസ് ദാൻ 5 ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 3.125 2 എന്ന് പറയുന്നത് 5നേക്കാളും ലെസ് ആയിട്ടുള്ള നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ മറ്റേ നമ്പറിന് മാറ്റമൊന്നും വരുത്തത്തില്ല. അതാണ് ഇവിടെയും പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 4.334 എന്ന നമ്പർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ 4 എന്ന നമ്പർ റിമൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ആൻസറിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ കാണാവൂ. അപ്പൊ 4 എന്ന് പറയുന്നത് 5നേക്കാളും ചെറിയ നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ മാറ്റാണ്ട് 4.33 തന്നെ എഴുതും. പക്ഷെ 4.336 ആയിരുന്നെങ്കിലോ നമ്മൾ 4.34 ആക്കിയാൽ, കാരണം 6 എന്ന് പറയുന്നത് 5നേക്കാളും വലിയ നമ്പർ ആയതുകൊണ്ട്. If the rightmost digit to be removed is 5, then the preceding number is not changed if it is an even number, but it is increased by 1 if it is an odd number. Okay, അപ്പൊ നമുക്ക് അവസാനം റിമൂവ് ചെയ്യേണ്ട നമ്പർ 5 ആയിരുന്നു. 5 ആണെങ്കിൽ നമുക്ക് അതിന് മുമ്പുള്ള നമ്പർ ഏതാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ
ഇവിടെ തന്നേക്കുന്നത് 6.35 തന്നിട്ടുണ്ട്, 6.25 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ 5 ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഇപ്പൊ നമുക്ക് മുമ്പ് തന്നേക്കുന്ന 5ന് മുമ്പ് വരുന്ന നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിന് ഈവൺ ആക്കും, 6.4 ആക്കും. പക്ഷെ 5ന് മുമ്പ് വരുന്ന നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ അത് അതേപോലെ തന്നെ 6.2 ആക്കും. നമ്മൾ 5 ആണ് വരുന്നതെങ്കിൽ ആലോചിക്കുക, നമുക്ക് എപ്പോഴും ഈവൻ നമ്പർ കിട്ടണം എന്നാക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലും പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഡൈമെൻഷൻ അനാലിസിസ്. Often while calculating, there is a need to convert units from one system to the other. The method used to accomplish this is called factor level method or unit factor method or dimension analysis. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ നമുക്ക് വേറെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആക്കി മാറ്റേണ്ട ആവശ്യമായിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഡൈമെൻഷൻ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. എന്താണ്? എ പീസ് ഓഫ് മെറ്റൽ ഈസ് 3 inch. വാട്ട് ഇസ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ? നമുക്ക് 3 എന്താണ്? ഒരു മെറ്റൽ പീസിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 3 inch ആണ്. അതിന് നമ്മൾ സെന്റിമീറ്ററിലാക്കണം. 3 inchനെ നമ്മൾ സെന്റിമീറ്റർ ആക്കണം. ഓക്കെ, എന്താണ് 1 inch എത്ര സെന്റിമീറ്റർ ആണ്? 1 inch എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണ്. അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് തന്നേക്കുന്ന എത്ര ഇഞ്ചാണ്? 3 inch. അപ്പൊ നമുക്ക് 1 inch 2.45 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് 1 inch is equal to 2.54 സെന്റിമീറ്റർ നമുക്ക് എഴുതാം. ഇപ്പൊ നമ്മള് ഈ 2.45നെ താഴെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്നു. ഇപ്പൊ 1 inch by 2.54 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. തിരിച്ചെഴുതാം, റെസിപ്രോക്കൽ എടുത്താലും 2.54 സെന്റിമീറ്റർ ബൈ 1 inch എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. Okay, if some number is multiplied by these unit factors, it will not be affected otherwise. അപ്പൊ നമ്മൾ ഈ ഏതൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, ആ ക്വാണ്ടിറ്റിനെ നമ്മൾ യൂണിറ്റ് ഫാക്ടർ വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിൽ 3 inch സെന്റിമീറ്റർ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? 3 inch നമുക്ക് കൊണ്ടുവിടാം. അപ്പൊ നമ്മൾ പിന്നെ ഡൗട്ട് വരുന്നത് 2.45 സെന്റിമീറ്റർ 54 സെന്റിമീറ്റർ ബൈ 1 inch എടുക്കണോ അതോ 1 inch ബൈ 2.54 സെന്റിമീറ്റർ എടുക്കണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഏതാണോ അത് മേളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് സെന്റിമീറ്ററിലാണ്. 2.54 ബൈ സെന്റിമീറ്റർ ബൈ 1 inch താഴെ എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഇഞ്ചും പോയി. അപ്പൊ നമുക്ക് വേണ്ടത് 3 into 2.54 ആണ്. അതായിരിക്കും നമ്മുടെ ആൻസർ. വെച്ചാല് 7.62 ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ക്വാണ്ടിറ്റിയിലാണ് ആക്കേണ്ടത് ആ ക്വാണ്ടിറ്റി മേലെ വരുന്ന രീതിയിൽ നമ്മൾ യൂണിറ്റ് ഫാക്ടർ എടുക്കുക, അല്ലെ? നമുക്ക് സെന്റിമീറ്ററിലായതുകൊണ്ട് 2.54 സെന്റിമീറ്റർ മേലെ വരുന്ന രീതിയിലുള്ള നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ഇഞ്ചും കൂടെ കട്ട് ചെയ്ത് 3 into 2.54 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ വീണ്ടും പറയുന്നേ ഉള്ളൂ, കാരണം നമ്മൾ ഏത് യൂണിറ്റ് ആണ് കട്ട് ചെയ്ത് കളയേണ്ടത് അത് താഴെ വരും. അപ്പം ഇവിടെ നമുക്ക് ഇഞ്ചാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പൊ 1 inch എന്നുള്ളത് താഴെ വരുന്ന രീതിയിൽ എഴുതുക. 1 inch കൂടെ കട്ടാവും. ഓക്കെ, യൂണിറ്റ്സും അതേപോലെ കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. എ ജഗ് കണ്ടെയ്ൻസ് 2 liter ഓഫ് മിൽക്ക്. കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് മിൽക്ക് ഇൻ മീറ്റർ ക്യൂബ്. ഇപ്പോൾ ഒരു ജഗ്ഗിൽ 2 liter മിൽക്ക് ഉണ്ട്, അതിന് നമ്മൾ മീറ്റർ ക്യൂബിലാക്കണം. ഓക്കെ, നമുക്കറിയുന്ന എന്താ? 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റർ നമുക്കറിയാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് 1 ലിറ്റർ എന്താക്കി എഴുതാം? 10⁻³ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ 1 ലിറ്റർ ബൈ 10⁻³ മീറ്റർ ക്യൂബ് ആണ് നമുക്ക് 1. അല്ലെങ്കിൽ 10⁻³ മീറ്റർ ക്യൂബ് ബൈ 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് സൈഡിലോട്ട് എഴുതി കാണിക്കാം. നമുക്ക് ആദ്യം 2 ലിറ്റർ ആണ് ചേഞ്ച് ചെയ്യാൻ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 1 ലിറ്റർ എത്ര മീറ്റർ ക്യൂബ് എന്നാണ്, ഒരു 2 ലിറ്ററിന് എത്ര മീറ്റർ ക്യൂബ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടതിന് ലിറ്ററിന് നമുക്ക് എന്താണ് 1 ലിറ്ററിന് എത്ര വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. വേണ്ട ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എത്ര വേണം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണ് നമുക്കറിയാം, അല്ലേ? അപ്പം 1 ലിറ്റർ എന്ന് പറഞ്ഞപ്പോൾ എത്ര ആയിരിക്കും? 1/1000 മീറ്റർ ക്യൂബ് അല്ലേ?
എന്ന് വെച്ചാൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബാണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 യൂണിറ്റ് ഫാക്ടേഴ്സ് കിട്ടും. എന്ത് 1 ലിറ്റർ ബൈ 10⁻³ മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1 ആണ്, അല്ലെങ്കിൽ 10⁻³ മീറ്റർ ക്യൂബ് ബൈ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതാണ് ഇവിടുത്തെ യൂണിറ്റ് ഫാക്ടേഴ്സ്. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്? 2 ലിറ്റർ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. 2 ലിറ്റർ ഇൻറ്റു നമുക്ക് വേണ്ടത് മീറ്റർ ക്യൂബിലാണ് ആക്കേണ്ടത്. അപ്പൊ മീറ്റർ ക്യൂബിൽ മേലെ വരുന്ന യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. അതിന് നമ്മൾ 10⁻³ ബൈ 1 മീറ്റർ ക്യൂബ് ബൈ 1 ലിറ്റർ വെച്ച് ഇൻറ്റു ചെയ്യുന്നു. ലിറ്ററും കട്ടായി പോയി. അപ്പൊ നമുക്ക് കിട്ടിയ എന്ത് 2 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് എടുത്ത ശേഷം നമുക്ക് ഇതാണ് എളുപ്പം. 1 മീറ്റർ ക്യൂബ് 1 ലിറ്റർ, നമുക്ക് 1 ലിറ്റർ എത്ര മീറ്റർ ക്യൂബ് ആണ് അതും മനസ്സിലാക്കണം. 1 ലിറ്റർ എത്ര മീറ്റർ ക്യൂബ് ആണ്? 1 ലിറ്റർ 10⁻³ മീറ്റർ ക്യൂബ് ആണ്. അത് വെച്ച് നമ്മൾ യൂണിറ്റ് ഫാക്ടർ എഴുതുക. യൂണിറ്റ് ഫാക്ടറിനെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ആയിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൗ മെനി സെക്കൻഡ്സ് ആർ ദെയർ ഇൻ 2 ഡേയ്സ്? 2 ദിവസത്തിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. 2 ഡേയ്സിനെ നമുക്ക് സെക്കൻഡ്സ് ആക്കണം. ഓക്കെ, അതിനാദ്യം ഒരു ദിവസം എത്ര സെക്കൻഡ് ഉണ്ടെന്ന് നോക്കാം. അല്ലേ, നമുക്ക് 86400 സെക്കൻഡ്സിനുള്ളത് അല്ലേ. ഇപ്പൊ എങ്ങനെ നോക്കാം? ഒരു ദിവസം എത്ര സെക്കൻഡ് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്. ഒരു ഡേയിൽ നമുക്ക് 24 അവേഴ്സ് ഉണ്ട്. 24 അവേഴ്സിൽ ഓരോന്നിലും ഒരു അവറിൽ നമുക്ക് 60 മിനിറ്റ് ഉണ്ട്. ഓരോ മിനിറ്റിലും നമുക്ക് 60 സെക്കൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 24 ഇൻറ്റു 60 ഇൻറ്റു 60 ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം 86400 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഒരു ദിവസം ഒരു ഡേ എന്ന് പറയുന്നത് നമുക്ക് 86400 സെക്കൻഡ്സ് ആണ്. ഇവിടുത്തെ യൂണിറ്റ് ഫാക്ടർ എത്ര നമുക്ക് നോക്കാം. ഓക്കെ, യൂണിറ്റ് ഫാക്ടർ 1 ഡേ ബൈ 86400 ഈക്വൽ ടു 1, അല്ലെങ്കിൽ 86400 സെക്കൻഡ്സ് ബൈ 1 ഡേ അത് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ കൂടെ ഉള്ള യൂണിറ്റ് ഫാക്ടർ. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എന്താ? 2 ഡേയ്സ് ആണ്. 2 ഡേയ്സ് നമുക്ക് മാറ്റണം. 2 ഡേയ്സ് നമുക്ക് എന്താക്കി മാറ്റണം? സെക്കൻഡ്സ് ആക്കി വേണം. സെക്കൻഡ്സ് മേലെ വരുന്ന രീതിയിലുള്ള യൂണിറ്റ് ഫാക്ടർ എടുക്കുക. എന്ന് വെച്ചാൽ 86400 ബൈ 1 ഡേ. ഡേയും ഡേയും വെട്ടിപ്പോയി. 2 ഇൻറ്റു 86400 008217280. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഡൈമെൻഷൻ അനാലിസിസ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ടു ഫോം കോമ്പൗണ്ട്സ് ഇസ് ഗിവൺ ബൈ ദി ഫോളോയിങ് 5 ബേസിക് റൂൾസ്. അപ്പൊ നമുക്ക് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ആകുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന 5 റൂൾസ് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് കൊണ്ടുവന്നത്? ആന്റോയിൻ ലാവോസിയർ. He performed careful experimental studies for combustion reactions and reached the conclusion that in all physical and chemical changes, there is no net change in the mass during the process. ഇതാണ് എല്ലാ ഫിസിക്കലും കെമിക്കൽ ചേഞ്ചസിലും കമ്പൈൻ ചെയ്യുന്ന റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും മാസ് എപ്പോഴും എന്താണ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. He reached the conclusion that matter can neither be created nor be destroyed. This is called law of conservation of mass. എന്താണ് law of conservation of mass പറയുന്നത്? Matter can neither be created nor destroyed. അപ്പൊ ആലോചിക്കാം, നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്. A plus B gives C plus B. ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് A എടുത്തത് X gram of substance ആയിരുന്നു, B എടുത്തത് Y gram of substance ആയിരുന്നു. ഓക്കെ, സി നമുക്ക് ഉണ്ടായത് A gram of substance ഉണ്ടായി, ബി നമുക്ക് ഉണ്ടായത് B gram of substance ഉണ്ട്. ഇപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എന്താണ്? എല്ലാ എന്താണ് റിയാക്ഷനിലും
മാസ് കൺസേർവ്ഡ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് എ പ്ലസ് ബിയുടെ മാസ് എന്താ എക്സ് പ്ലസ് വൈ അല്ലേ? ഇവിടുത്തെ റിയാക്ടൻസ് ഒരിടത്ത് റിയാക്ടൻസ് പറയുന്നത് എയും ബിയും അല്ലേ? എയും ബി ആണ് ഇവിടുത്തെ റിയാക്ടൻസ്. റിയാക്ടൻസ് എത്ര കമ്പൈൻ റിയാക്ഷനിൽ പങ്കെടുത്തോ എക്സ് പ്ലസ് വൈ ഗ്രാം ആണ് ഇവിടെ മൊത്തത്തിൽ റിയാക്ട് ചെയ്തത്. അതിൽ നിന്നുണ്ടായ പ്രൊഡക്ട്സിന്റെ ടോട്ടൽ മാസ് എത്രയാ? എ പ്ലസ് ബി ഗ്രാം അല്ലേ? സിയും ഡിയും ആണ് നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ട്സ്. അവരുടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഗ്രാം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും എപ്പോഴും. എത്ര എമൗണ്ട് ഓഫ് റിയാക്ടന്റ് റിയാക്ട് ചെയ്യുന്നുണ്ടോ അത്രയും എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് അവിടെ ഫോം ചെയ്തിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് മാസ് എല്ലാം അളന്നെടുത്ത് പ്രൊഡക്ട്സിന്റെ മാസ് കണ്ടുപിടിച്ചാണ് ഈ ഒബ്സർവേഷനിലേക്ക് ലാവോസിയർ എത്തിയത്. നമുക്ക് രണ്ടാമത്തെ ലോ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ദിസ് ലോ വാസ് ഗിവൺ ബൈ ഫ്രഞ്ച് കെമിസ്റ്റ് ജോസഫ് പ്രൗസ്റ്റ്. ജോസഫ് പ്രൗസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ തന്നത്. He stated that a given compound always contains exactly the same proportion of elements by weight. ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ എപ്പോഴും അതിനകത്തുള്ള എലമെന്റ്സിന്റെ പ്രൊപ്പോർഷൻ ബൈ വെയിറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? അപ്പം പ്രോസ്റ്റ് ഇതിലേക്ക് എങ്ങനെ എത്തി നോക്കാം. പ്രോസ്റ്റ് വർക്ക് വിത്ത് 2 samples of cupric carbonate. ഓക്കെ, അപ്പം പ്രോസ്റ്റ് 2 സ്ഥലത്ത് നിന്ന് വേറെ വേറെ സാമ്പിൾ എടുത്തു. ഏതിന്റെ? കുപ്രിക് കാർബണേറ്റിന്റെ 2 സാമ്പിൾ എടുത്തു. ഓക്കെ, ഒന്ന് നാച്ചുറലും ഒന്ന് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് നാച്ചുറലും സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയ 2 കുപ്രിക് കാർബണേറ്റ് സാമ്പിൾ എടുത്തു. ഓക്കെ, എന്നിട്ട് ആ രണ്ടിലും ഓരോ ആറ്റം എത്ര പെർസെന്റേജ് കമ്പോസിഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. എന്നിട്ട് എന്താണ്? ഓക്കെ, നാച്ചുറൽ സാമ്പിളിൽ പെർസെന്റേജ് ഓഫ് കോപ്പർ 51, കാർബൺ 9.74, ഓക്സിജൻ 38.9. സിന്തറ്റിക് സാമ്പിളിലും ആ കോമ്പോസിഷൻ സെയിം ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് അയാളെ കൺക്ലൂഷനിലേക്ക് എത്തി. എന്താണ്? ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അതിനകത്തുള്ള ഓരോ എലിമെന്റിന്റെ കോമ്പോസിഷൻ എന്താണ്? സെയിം ആയിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, he concluded that irrespective of the source, a given compound always contains same elements combined together in the same proportion by mass. അപ്പം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ വേറൊരു പേരുണ്ട്, അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. നമുക്കിത് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വാട്ടറിന്റെ കേസ് എടുക്കാം. നമ്മൾ ഏത് വാട്ടറും നമ്മൾ എവിടെ നിന്നാണെങ്കിലും പ്യുവർ വാട്ടർ എടുക്കുകയാണ്. പ്യുവർ വാട്ടർ എവിടെ നിന്ന് എടുത്താലും ടോട്ടൽ മാസ് എത്ര? വാട്ടറിന്റെ 18 ഗ്രാം ആണ് അല്ലേ? ഇപ്പൊ ഹൈഡ്രജന്റെ മാസ് എത്രയാ? 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് അടുത്ത് 1 മോൾ വാട്ടർ എടുത്താൽ 2 ഗ്രാം ആയിരിക്കും. ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആയിരിക്കും. പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ എത്രയാ? 2/18 വരും. പെർസെന്റേജ് ഓഫ് ഓക്സിജൻ 16/18 × 100 ഇപ്പൊ ഈ പെർസെന്റേജ് കമ്പോസിഷൻ എവിടെ നിന്നുള്ള പ്യുവർ വാട്ടർ മോളിക്യൂൾ എടുത്താൽ ഈ പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് വാട്ടർ മോളിക്യൂൾ. അപ്പൊ അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. ഓക്കെ, അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ദിസ് ലോ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഡാൾട്ടൺ ഇൻ 1803. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഡാൾട്ടൺ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് കൊണ്ടുവന്നത്. According to this law, if 2 elements can combine to form more than one compound, the masses of one element are combined with the fixed mass of the other element are in ratio of whole numbers. എന്താണ് പറയുന്നത്? 2 എലമെന്റ്സ് ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഹൈഡ്രജനും വാട്ടറും ഹൈഡ്രജനും ഓക്സിജനും കൊണ്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് 2 കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം. വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും. ഓക്കെ, വാട്ടർ എടുക്കുന്നു, ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആവുന്നു. ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നു. പിന്നെ അത് ഓരോന്നിലെയും മാസ് എത്രയാണ്? ഇവിടെ ഹൈഡ്രജൻ 2 ഗ്രാം ഹൈഡ്രജൻ, 16 ഗ്രാം ഓക്സിജൻ, 18 ഗ്രാം വാട്ടർ ഉണ്ടാവുന്നു. ഇവിടെ H2O2 2 ഗ്രാം ഹൈഡ്രജൻ, 32 ഗ്രാം ഓക്സിജൻ, ഉണ്ടാവുന്നത് 34 ഗ്രാം ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ രണ്ട് കേസിലും 2 ഗ്രാം ഹൈഡ്രജൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന ഓക്സിജൻ ഒന്നില് 16 ഗ്രാം ആണ്,
രണ്ടിലും 32 ഗ്രാം ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, രണ്ട് എലിമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമെങ്കിൽ ഒരു എലിമെന്റ് മറ്റേ എലിമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന അവരുടെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതാണെങ്കിൽ ഇവിടെ 2 ഗ്രാം ഹൈഡ്രജൻ ആദ്യത്തെ റിയാക്ഷനിൽ 16 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്തു. രണ്ടാമത്തെ റിയാക്ഷനിൽ 2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് 32 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്തു. അപ്പൊ ഇവരുടെ നമ്മുടെ റേഷ്യോ എടുത്താൽ എന്താ കിട്ടുക, 1/2 അല്ലെങ്കിൽ 32/16 എടുത്താൽ എന്താണ് ഒരു 2. അതൊരു സിമ്പിൾ റേഷ്യോ നമുക്ക് കിട്ടും. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. കണ്ടോ, അപ്പൊ പറയുന്നത് ഒരു എലമെന്റിന്റെ ഫിക്സ്ഡ് മാസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മറ്റേ എലമെന്റിന്റെ മാസ് റേഷ്യോ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ലോ എന്ന് പറയുന്നത് ഗേ-ലെസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഇത് ആരാണ്, ആ പേരിൽ തന്നെ ആരാ കണ്ടുപിടിച്ചെന്നുണ്ട്, ഗേ-ലെസാക്സ് ലോ ആണ്. ഗേ-ലെസാക്ക് ആണ് ഈ ലോ കൊണ്ടുവന്നത്. He observed that when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at same temperature and pressure. എന്താണ് ഗേ-ലെസാക്ക് പറഞ്ഞത്, ഗ്യാസസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണ് അവര് കമ്പൈൻ ചെയ്യുന്ന വോളിയത്തിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ്, ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. എന്താണ്, ഇവിടെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും. ഇതെല്ലാം ഗ്യാസ് സ്റ്റേറ്റിലാണെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ ഈ 100 ml തന്നേക്കുന്നത് വാട്ടർ വേപ്പർ ആണ്, അല്ലെങ്കിൽ ഗ്യാസ്. ഓക്കെ, അപ്പൊ നമുക്ക് 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് 100 ml വാട്ടർ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പൈൻ ചെയ്ത ഹൈഡ്രജൻ ഓക്സിജൻ എന്താ ഒരു സിമ്പിൾ റേഷ്യോ ആണ്. 100/50 എന്ന് പറയുന്നത് 2:1 റേഷ്യോ ആണ്. അപ്പൊ കമ്പൈൻ ചെയ്യുന്ന ഗ്യാസസ് എപ്പോഴും ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഗേ-ലെസാക്സ് ഡിസ്കവറി ഓഫ് ഇന്റീജർ റേഷ്യോ ഇൻ വോളിയം റിലേഷൻസ് ആക്ച്വലി ദി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ബൈ വോളിയം. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ എന്താണ്, അതിന് വോളിയം വെച്ച് എന്താണ് ഈ കണ്ടുപിടിച്ച എന്താ സത്യത്തിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ബൈ വോളിയം ആണ്. കാരണം നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസിൽ എന്താണ് പെർസെന്റേജ് കമ്പോസിഷൻ പറഞ്ഞത് എന്താണ്, എന്തിന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ വാട്ടറിന്റെ കേസ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ മാസിന്റെ ബേസിസിലാണ് പറഞ്ഞത്. അപ്പൊ അതേ സാധനം തന്നെ വോളിയത്തിന്റെ ബേസിസ് പറഞ്ഞപ്പോ എന്തായി, എന്താണ് ഗേ-ലെസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് ആയി മാറി. ഓക്കെ, അടുത്തത് അവോഗാഡ്രോസ് ലോ. In 1811, Avogadro proposed that equal volumes of all gases at the same temperature and pressure should contain equal number of molecules. അപ്പം ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് എന്താണ് ഈക്വൽ വോളിയം ഉള്ള ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 ഗ്യാസ് ഉണ്ട്, എയും ബിയും. ഓക്കെ, ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും. ഓക്കെ, ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മൾ 2 ഫ്ലാസ്കിലും ഗ്യാസ് എടുത്ത് വെക്കുകയാണ്. ഗ്യാസ് എയും 100 ml ഉണ്ട്, ഗ്യാസ് ബിയും 100 ml ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരേ വോളിയം ഓഫ് ഗ്യാസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഗ്യാസിന് എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ഗ്യാസിലും എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. ഒരേ ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കണം, അതാണ് അടുത്ത കണ്ടീഷൻ. ആണെങ്കിൽ ഈക്വൽ വോളിയം ഉള്ള ഗ്യാസിന് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. Avogadro made a distinction between atoms and molecules, which is quite understandable. If we again consider the reaction of hydrogen and oxygen to produce water, we see that 2 volumes of hydrogen combined with 1 volume of oxygen to give 2 volumes of water without reacting, leaving any unreacted oxygen. So, നമുക്ക് ഈ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ നമുക്ക് H2 plus O2 gives H2O. നമ്മളിത് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ എന്താ 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് 100 ml വാട്ടറിനെ കിട്ടും. ഇപ്പൊ ആലോചിച്ച് നോക്കുക, ഇവിടെ 2 മോള് ഹൈഡ്രജൻ ഉണ്ട്. ഇതെല്ലാം STP നടക്കാൻ വിചാരിക്കാം, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിലും. ഇവിടെ 2 മോള് ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്താണ് 2 മോൾ വാട്ടർ മോളിക്യൂൾ ഉണ്ടായത്. ഓക്കെ, അപ്പൊ അതല്ല, അതിന് പകരം 100 ml
ഹൈഡ്രജൻ ഗ്യാസ് 50 ml ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് 100 ml തന്നെ കിട്ടാവുള്ളൂ. കാരണം ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരുന്നോ, എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടായിരുന്നോ അത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ആണ് ഉണ്ടായത്. അപ്പൊ ആ ലോജിക്ക് നോക്കുകയാണെങ്കിൽ 100 ml ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 100 ml ഓഫ് വാട്ടർ തന്നെ ഉണ്ടാവണം ഓക്സിജൻ ഫുള്ളി റിയാക്ട് ചെയ്താൽ. ഓക്കെ, അപ്പൊ അതാണ് അവഗാഡ്രോസ് ലോന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട്. കണ്ട് ഇവിടെ 2 വോളിയം ഓഫ് ഹൈഡ്രജൻ 1 വോളിയം ഓഫ് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് 2 വോളിയം ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടായി. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. Although the origin of the idea that matter is composed of small indivisible particles called atomio dates back to the time of Democritus, it again started emerging as a result of several experimental studies which led to the laws mentioned above. ഇപ്പൊ എന്താണ് പറയുന്നത്, മാറ്ററിൽ എന്താണ് മാറ്റർ എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആറ്റംസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് തൊട്ടേ അറിയായിരുന്നു. പക്ഷെ ഈ ലോസിലേക്കൊക്കെ എത്തിയത് പിന്നീട് നടന്ന എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ആയിരുന്നു. ഇൻ 1808 ഡാൾട്ടൺ പബ്ലിഷ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. അപ്പൊ ഡാൾട്ടൺ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് ഇപ്പം ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ പോസിറ്റീവ്സ് ഇതൊക്കെയാണ്. ഒന്ന്, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. ഇപ്പൊ മാറ്ററിൽ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത്. All atoms of a given element have identical properties, including identical mass. Atoms of different elements differ in mass. So, ഒരു എലമെന്റില് എല്ലാ ആറ്റത്തിനും എന്താണ് ഒരേ മാസ് ആയിരിക്കും, ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. വേറെ എലമെന്റ്സ് ആണെങ്കിൽ അവരുടെ മാസും പ്രോപ്പർട്ടീസ് ഒക്കെ വേറെ ആയിരിക്കും. Compounds are formed when atoms of different elements combined in a fixed ratio. അപ്പോൾ കോമ്പൗണ്ട്സ് എങ്ങനെ ഉണ്ടാകുന്നത്, എലമെന്റ്സിന്റെ ഓരോ എലമെന്റിന്റെ ആറ്റംസ് ഒരു ഡെഫിനിറ്റ് റേഷ്യോയില് കമ്പൈൻ ചെയ്താണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് പറയുന്നത്. Chemical reactions involve reorganization of atoms. These are neither created nor destroyed in a chemical reaction. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ആറ്റംസിന്റെ റീഓർഗനൈസേഷൻ ആണ് സംഭവിക്കുക. അതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ പുതിയ ആറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആറ്റം നശിക്കുകയോ ചെയ്യുന്നില്ല. അവിടെ ഒരു ജസ്റ്റ് ഒരു റീഓർഗനൈസേഷനെ അവിടെ സംഭവിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഡാൾട്ടൺസ് തിയറി could explain the laws of chemical combination. ഇപ്പോൾ കെമിക്കൽ കോമ്പിനേഷൻ ലോസ് എല്ലാം എന്താണ് ഡാൾട്ടന്റെ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. However, it could not explain the laws of gaseous volumes. ഗേഷ്യസ് വോളിയംസിന്റെ ലോ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. It could not provide the reason for combining of atoms. അതുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നതിന്റെ റീസണും ഡാൾട്ടന്റെ അറ്റോമിക് തിയറിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത നമുക്ക് ജനറൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഓരോ എലമെന്റ്സ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. ആദ്യം അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസസ്. After having some idea about the terms atoms and molecules, it's appropriate here to understand what do we mean by atomic and molecular mass. Atomic mass കൊണ്ട് molecular mass കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കാം. ആദ്യം atomic mass. The atomic mass or the mass of an atom is actually the very small because atoms are extremely small. ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. അതിന്റെ മാസ് എന്ന് പറയുന്നത് അത്രയും ചെറുതായിട്ടുള്ള ഒരു വാല്യൂ ആണ്. Today we have sophisticated techniques. Example, mass spectrometry for determining the atomic mass fairly accurate. അപ്പം ഇപ്പോഴത്തെ കാലത്ത് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്ത് മാസ് സ്പെക്ട്രോമെട്രി പോലെയുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ പണ്ട് 19th century scientists could determine the mass of one atom related to another by experimental means. അപ്പം അന്നത്തെ കാലത്ത് ഒരു ആറ്റത്തിന്റെ മാസം എങ്ങനെ കണ്ടുപിടിച്ചത്, വേറൊരു ആറ്റത്തിന്റെ മാസമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കമ്പയർ ചെയ്തിട്ട് ഇപ്പം ഒരു സാധനത്തിന്റെ മാസം നമ്മൾ എക്സ് ആയിട്ട് എടുത്താലും മറ്റേതിന്റെ എന്താണ് എക്സ് ബൈ എൻ അല്ലെങ്കിൽ എൻ എക്സ് അങ്ങനെ നമുക്ക് കമ്പയർ റിലേറ്റീവ് മാസം നമുക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളത്. ഹൈഡ്രജൻ ബി ദ ലൈറ്റസ്റ്റ് ആറ്റം വാസ് ആർബിട്രറിലി അസൈൻഡ് എ മാസ് ഓഫ് 1. അപ്പൊ ഹൈഡ്രജൻ ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് ആറ്റം. അപ്പൊ അതിന്റെ മാസം നമ്മൾ 1 കൊടുത്തു, ഒരു യൂണിറ്റും ഇല്ലാണ്ട്. ആൻഡ് അതർ എലിമെന്റ്സ് വേർ അസൈൻഡ് മാസസ് റിലേറ്റീവ്. ഇപ്പൊ ബാക്കി എല്ലാ എലിമെന്റ്സിന്റെയും മാസം അതുമായിട്ട് റിലേറ്റീവ് ടു എടുത്തു. ഇപ്പൊ ഹൈഡ്രജന്റെ മാസം 1 ആണെങ്കിൽ ഹീലിയത്തിന്റെ മാസ് എന്താക്കി 4 എടുത്തു. അപ്പൊ അങ്ങനെ ചെയ്ത് പോയി. 4 ടൈംസ് മാസ് ഉണ്ട് ഹീലിയത്തിന്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മാസം 4 എടുത്തു. അങ്ങനെ റിലേറ്റീവ് മാസ് എടുത്താണ് ചെയ്തിരുന്നത്, യൂണിറ്റ് ഇല്ലാണ്ടാണ് പറഞ്ഞിരുന്നത്. However, the present system of atomic mass is based on carbon 12. അപ്പൊ ഇപ്പോഴത്തെ അറ്റോമിക് മാസ് നമ്മൾ എങ്ങനെ പറയുന്നത്, carbon 12 സ്റ്റാൻഡേർഡ് ആക്കി എടുത്തു. Here carbon 12 is one of the isotopes of carbon and can be represented as carbon 12. In this system,
Carbon 12 is assigned a mass of exactly 12 atomic mass units. And masses of all other atoms are related to this. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിൽ കാർബൺ 12 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി എടുക്കുന്നത്. കാർബൺ 12ന്റെ മാസ് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ആക്കി 12 അറ്റോമിക് മാസ് യൂണിറ്റ് നിന്ന് എടുത്തു, 12 AMU ആക്കി എടുത്തു. കാർബൺ 12ന്റെ മാസ് നമ്മൾ 12 AMU ആക്കി എടുത്തു. എന്നിട്ട് അതിൽ നിന്നാണ് ബാക്കി എല്ലാത്തിന്റെയും റിലേറ്റീവ് മാസ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മൾ ഒരു AMU എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? 1 AMU is defined as the mass exactly equal to 1/12 of the mass of one carbon 12 atom. ഇതാണ് ഒരു AMU നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസ് എന്ന് വെച്ചാൽ 1/12 ഓഫ് 12 AMU. അതാണ് ഒരു AMU. അതാണ് ഒരു AMUയുടെ ഡെഫിനിഷൻ. ആൻഡ് ഒരു AMUയുടെ വാല്യൂ എത്രയാണ്? 1 AMU is 1.66056 into 10⁻⁻24 gram. ഓക്കെ, അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണ്? ഒരു AMU ആണ് 1.6736 10⁻⁻24 gram. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒരു AMU വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര AMU എന്ന് കിട്ടി? അപ്പൊ നമുക്കത് 1.0078 AMU എന്ന് കിട്ടി. റൗണ്ട് ചെയ്ത് 1.0080 AMU എന്ന് എടുത്തു. അതേപോലെ ഓക്സിജന്റെ 15.995 AMU. നമ്മൾ AMU മാറ്റി എന്താണ് ഉപയോഗിക്കുന്നത്? U ആണ് ഉപയോഗിക്കുന്നത്. U അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക് മാസ് പറയുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ പറയാനുള്ളത് ആവറേജ് അറ്റോമിക് മാസ്. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് എപ്പോഴാണ് പറയുന്നത്? ഒരു എലിമെന്റിന് ഒന്നിലധികം ഐസോട്ടോപ്സ് ഉള്ള കേസ് വരുമ്പോഴാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് പറയുന്നത്. ആവറേജ് അറ്റോമിക് മാസ് എന്താ നമുക്ക് നോക്കാം. Many naturally occurring elements exist as more than one isotope. When we take into account the existence of these isotopes and the relative abundance, the average atomic mass of that element can be computed. അപ്പൊ നമുക്ക് ഒരു എലിമെന്റിന് ഒന്നിലധികം ഐസോടോപ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് നമ്മൾ എങ്ങനെയാണ് പറയുക? അതിന്റെ മാസ് എന്താണോ അതിന്റെ അബണ്ടൻസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ അതിന്റെ മാസ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, കാർബൺ നമുക്ക് 3 ഐസോടോപ്സ് ഉണ്ട്, കാർബൺ 12, 13, 14. അവരുടെ റിലേറ്റീവ് അബണ്ടൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ 12 ആണ്, 98.892% കാർബൺ 12 ആണ്. കാർബൺ 13 1.108% ഉള്ളൂ. കാർബൺ 14 2 10% ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ 3 ഐസോടോപ്പ് ഉള്ളതുകൊണ്ട് ഒരു എലമെന്റിൽ നമ്മൾ എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് അസൈൻ ചെയ്യുക? അവരുടെ മാസിനെ നമ്മൾ അബണ്ടൻസ് വെച്ച് ഇൻഡ്യൂ ചെയ്ത് ടോട്ടൽ ആഡ് ചെയ്യുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ കാർബൺ 12 നമുക്കറിയാം നമ്മൾ അറ്റോമിക് മാസ് എടുക്കുന്നത് 12U ആണ്. 12U നമ്മൾ റിലേറ്റീവ് അബണ്ടൻസ് വെച്ച് ഇൻഡ്യൂ ചെയ്യുന്നു. 0.988 നമ്മൾ പെർസെന്റേജിനെ ഡെസിമൽ ആക്കി. അപ്പൊ 100 വെച്ച് ഡിവൈഡ് ചെയ്തു 0.98892 into 12 പ്ലസ് 0.01108 into 13.0035 ഓരോന്നിന്റെ മാസ് വെച്ച് ഇൻഡ്യൂ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു ഫൈനൽ വാല്യൂ കിട്ടും. അതാണ് നമ്മൾ അതിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ അറ്റോമിക് മാസ് ഇപ്പൊ അത്രയാണ് പറയാനുള്ളത്. നമുക്ക് പറയാനുള്ളത് മോളിക്കുലർ മാസ്. ഇപ്പൊ എന്താണ് മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് ഇസ് ദി സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഇപ്പം ഒരു മോളിക്യൂളിലെ എല്ലാ ആറ്റത്തിന്റെ അറ്റോമിക് മാസിന്റെ സം, അതാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെന്റ് ബൈ ദി നമ്പർ ഓഫ് ഇറ്റ്സ് ആറ്റംസ് ആൻഡ് ആഡിങ് ദം ടുഗദർ. ഇപ്പോൾ നമുക്ക് മീഥേന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ മീഥേന്റെ എക്സാമ്പിൾ നമ്മൾ മീഥേന്റെ ഫോർമുല എന്താണ്? CH4 ആണ് അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാർബണും ഉണ്ട്, 4 ഹൈഡ്രജനും ഉണ്ട്. ഒരു കാർബണിന്റെ മാസ് എത്രയാ? 12U ആണെന്ന് നമുക്കറിയാം. ഒരു ഹൈഡ്രജന്റെ മാസ് എത്രയാ? 1U ആണെന്നറിയാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളൂ. ഇപ്പൊ 1 into 12 എത്ര? 12U തന്നെ വരും. നമുക്ക് 4 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജന്റെ മാസ് 1U ആണ്. അപ്പൊ 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഹൈഡ്രജന്റെ ടോട്ടൽ മാസ് 4U വരും. അപ്പൊ CH4ന്റെ ടോട്ടൽ മാസ് എന്തായിരിക്കും? 12U plus 4U ആയിരിക്കും. അതെന്താണ്? 16U. അതാണ് ഒരു CH4 മോളിക്യൂളിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് U വാല്യൂ എടുത്താണ് ചെയ്തേക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി. പിന്നെ അതേപോലെ വാട്ടർ മോളിക്യൂളിന്റെയും മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫോർമുല മാസ്. ഇപ്പൊ എന്താണ് ഫോർമുല മാസ്? Some substances such as sodium chloride do not contain discrete molecules as their constituent units.
ഇപ്പൊ നമുക്കറിയാം അയോണിക് കോമ്പൗണ്ട്സിൽ, അയോണിക് സോളിഡ്സിൽ എന്താണ്, അവർക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് ഇങ്ങനെ മോളിക്യൂൾ ആയിട്ടല്ല നിൽക്കുന്നത്, അവരെല്ലാം ഒരു ലാറ്റിസിലാണ് നിൽക്കുന്നത് അല്ലേ. In such compounds, positive and negative entities are arranged in a 3-dimensional structure. അപ്പം ഇതാണ് NaCl-ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. It may be noted that in sodium chloride, one sodium ion is surrounded by 6 chlorine ion and vice versa. അപ്പോൾ ഒരു സോഡിയം ക്ലോറിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു സോഡിയത്തിന് ചുറ്റും 6 ക്ലോറിൻ ആറ്റം ഉണ്ട്, മാത്രമല്ല ഒരു ക്ലോറിൻ ആറ്റത്തിന് ചുറ്റും 6 സോഡിയം ആറ്റം വരുന്നുണ്ട്. The formula such as NaCl is used to calculate the formula mass instead of molecular mass. ഇപ്പൊ ഇങ്ങനെയുള്ള സോളിഡ്സിൽ നമ്മൾ മോളിക്കുലർ മാസിന് പകരം ഉപയോഗിക്കുന്ന ടേം ആണ് ഫോർമുല മാസ് എന്നുള്ളത്. കാരണം NaCl എന്ന് പറയുന്നത് സിംഗിൾ എൻറ്റിറ്റി ആയിട്ടല്ല, ഒരു സോഡിയത്തിന് ചുറ്റും 6 ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിന് ചുറ്റും 6 NaCl ഉണ്ട്. ഫോർമുല മാസ് ഓഫ് NaCl നമ്മൾ എങ്ങനെ എടുക്കുന്നത്, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് പ്ലസ് ക്ലോറിന്റെ അറ്റോമിക് മാസ്, അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് മോൾ കോൺസെപ്റ്റും മോളാർ മാസസ്. Atoms and molecules are extremely small in size and their numbers in even a small amount of any substance is really charged. അപ്പം ലാർജ്, അപ്പൊ എന്താണ് ആറ്റംസും മോളിക്യൂൾസും അതായത് വളരെ ചെറിയ സൈസ് ഉള്ള സാധനമാണ്. അപ്പൊ നമ്മൾ എത്ര ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ അതിനകത്ത് നമ്പർ ഓഫ് ആറ്റംസിന്റെ മോളിക്യൂൾസിന്റെ എണ്ണമൊക്കെ ഇത്രയും വലിയ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു യൂണിറ്റ് വേണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എടുത്ത യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആസ് വി ഡി നോട്ട് 1 dozen ഫോർ 12 ഐറ്റംസ് സ്കോർ ഫോർ, അപ്പം ഒരു ഡസന് നമ്മൾ ഇല്ല 12 സ്ഥാനത്ത് ഒരു ഡസൻ എന്ന് വിളിക്കുന്നു, 20 എണ്ണത്തിനെ സ്കോർ എന്ന് വിളിക്കുന്നു, 144 ഗ്രോസ് എന്ന് വിളിക്കുന്നു. അതേപോലെ നമ്മൾ എടുത്ത ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മോൾ? ദ മോൾ സിമ്പിൾ മോൾ ഇസ് ദി SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ്. 1 mole contains exactly 6.0221407 × 10⁻23 elementary units. ഇപ്പോൾ ഒരു മോളിൽ നമുക്ക് ഇത്രയും എൻറ്റിറ്റീസ് ഉണ്ട്. മോൾ ആറ്റംസിന്റെ ഒരു മോൾ ആറ്റം ആണ് പറയുന്നതെങ്കിൽ അതിനകത്ത് ഇത്രയും ആറ്റംസ് കാണും. ഒരു മോൾ മോളിക്യൂൾ ആണ് പറയുന്നത്, അതിനകത്ത് ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. ദിസ് നമ്പർ ഇസ് ദി ഫിക്സ്ഡ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി അവഗാഡ്രോ കോൺസ്റ്റന്റ്. ഈ നമ്പർ എന്ന് പറയുന്നത് അവഗാഡ്രോ കോൺസ്റ്റന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, അല്ലെങ്കിൽ വാല്യൂ ആണ്. ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അവഗാഡ്രോ amount of symbol n of a system is a measure of the number of specified elementary entities. ഇപ്പൊ മോൾ കൺസെപ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. ഒരു മോൾ ഓഫ് എന്ത് സബ്സ്റ്റൻസും ആയിക്കോട്ടെ, എന്ത് എൻറ്റിറ്റി ആയിക്കോട്ടെ, എന്ത് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ, അതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കും, അല്ലെങ്കിൽ 6.022 × 10⁻23 നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒരു മോളിൽ ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസ് എന്തായിരിക്കും? ഇപ്പൊ ആറ്റം ആണെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക് മാസിനെ നമ്മൾ ജസ്റ്റ് ഗ്രാമിൽ എഴുതുക, അതായിരിക്കും ഒരു മോളിലുള്ള സബ്സ്റ്റൻസിന്റെ മാസ്. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു മോൾ ഹൈഡ്രജൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഹൈഡ്രജൻ ആറ്റം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ 1 gram ആയിരിക്കും. കാർബൺ ആണെങ്കിൽ 12 gram ആയിരിക്കും. ഇനി മോളിക്യൂൾസ് പറയാണ്, CH4 എടുക്കുക. ഒരു CH4 മോളിക്യൂൾ നമുക്ക് 16 U ആണെന്ന് പറഞ്ഞു. ഒരു മോൾ CH4 എടുത്താൽ അതിനകത്ത് 16 gram കാണും. ഓക്കെ, അതാണ് മോൾ കൺസെപ്റ്റിന്റെ ഉദ്ദേശം. Having defined the mole, it is easier to know the mass of 1 mole of a substance or the constituent entities. The mass of 1 mole of a substance in gram is called its molar mass. ഇപ്പൊ എന്താണ് മോളാർ മാസ് എന്ന് പറയുന്നത്? ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസ് ഗ്രാംസിൽ നമ്മൾ പറയുന്നതിനാണ് നമ്മൾ അതിന്റെ മോളാർ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, the molar mass in grams is numerically equal to atomic or molecular formula mass in U. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പറയുക. ഓക്കെ, നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പൊ നമ്മളിന്ന് പഠിച്ചെന്തൊക്കെയാണ്? നമ്മൾ കെമിക്കൽ കോമ്പിനേഷന്റെ ലോസ് പഠിച്ചു, അതിനു മുമ്പ് ഡൈമെൻഷണൽ അനാലിസിസ് പഠിച്ചു, പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അഡീഷനും സബ്ട്രാക്ഷനുള്ള ലോസ്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ലോസ് പഠിച്ചു, പിന്നെ ഡൈമെൻഷണൽ അനാലിസിസ് പഠിച്ചു. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ വേറെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 5 ലോസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെ? ലോ കൺസർവേഷൻ ഓഫ് മാസ്, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, അവഗാഡ്രോസ് ലോ, ഗിയർ-ലെസ്റ്റാക്സ് ലോ, ഇത്രയും ലോസ് നമ്മൾ പഠിച്ചു. പിന്നെ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അതിന്റെ പോസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്,
പിന്നെ ആവറേജ് അറ്റോമിക് മാസ് എപ്പോഴും എടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഐസോടോപ്സ് വരുന്നു, അവരുടെ റിലേറ്റീവ് അബൻഡൻസ് വെച്ച് നമ്മൾ ഒരു ആവറേജ് അറ്റോമിക് മാസിലേക്ക് എത്തുന്നു. പിന്നെ മോളിക്കുലർ മാസ്, ഫോർമുല മാസ് എപ്പോഴാണ് പറയുന്നത് പറഞ്ഞു, അയോണിക് സോളിഡ്സിൽ അവർക്ക് ക്രിസ്റ്റൽ ലാറ്റിസിലാണുള്ളത്, അതുകൊണ്ട് നമ്മൾ ഫോർമുല മാസ് ആണ് പറയുന്നത്. അവർ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആയിട്ടല്ല നിൽക്കുന്നത്, അതുകൊണ്ട്. പിന്നെ നമ്മളിപ്പോൾ മോൾ കോൺസെപ്റ്റും മോളാർ മാസും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.